നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പ് ഇന്ത്യ നിലനിർത്തുന്നു. നിലവിലെ ചാമ്പ്യനായ ഇന്ത്യ വീണ്ടും ഫൈനലിലെത്തിയിരിക്കുന്നു. കിരീടം നിലനിർത്തുമോ? ഇതാണ് ചോദ്യം. 2007 ആദ്യത്തെ 2020 ലോകകപ്പ് ഇന്ത്യയാണ് നേടുന്നത്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലായിരുന്നു വിജയം. അന്ന് മലയാളി താരം ശ്രീശാന്തൊക്കെ ടീമിലുണ്ടായിരുന്നു. ശ്രീശാന്താണ് പാകിസ്ഥാനെതിരായ ഫൈനലിൽ അവസാനം മിസ്ബാഹ് ഉൽ ഹക്കിൻ്റെ ക്യാച്ച് എടുത്ത് കളി ജയിപ്പിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 19 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. ഈ 19 വർഷത്തിനിടയ്ക്കുള്ള 2020 ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഉൾഭയം ഉണ്ടാവും. കാരണം ഇന്ത്യ വീണ്ടും തുടർച്ചയായി രണ്ടാമത് ഫൈനലിലെത്തുമ്പോൾ ഇന്ത്യ കിരീടം നിലനിർത്തുമെന്ന അത്യന്തമായ ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ചരിത്രം മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഇവിടെ ഇപ്പോൾ സാധ്യത നല്ലവണ്ണം ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ടാണ്, അഹമ്മദാബാദിലാണ് കളി, അഹമ്മദാബാദിലെ മൊട്ടേരയിലാണ് കളി. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏറ്റവും പരിചിതമായ ഇതിലാണ് കളി നടക്കുന്നത്. അത് പക്ഷേ ഒരു നെഗറ്റീവ് ഉള്ളത്, 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ നടന്നത് അഹമ്മദാബാദിലായിരുന്നു, മൊട്ടേര സ്റ്റേഡിയത്തിലായിരുന്നു. അന്ന് ഓസ്ട്രേലിയയോട് ഇന്ത്യ തോറ്റിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് നിരാശപ്പെട്ടതാണ്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അന്ന് തോറ്റിരുന്നു. അപ്പോൾ ആ നിരാശ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, പിച്ച് റിപ്പോർട്ടുകൾ കിട്ടുന്നതനുസരിച്ച് അന്ന് മൊട്ടേരയിൽ അന്ന് ഇന്ത്യ ഓസ്ട്രേലിയ കളിച്ച പിച്ചായിരിക്കില്ല. അന്ന് കുറേ കൂടി ബ്ലാക്ക് സോയിലായിരുന്നു, കറുത്ത മണ്ണായിരുന്നു ആ പിച്ചിലുണ്ടായിരുന്നത്. ഇത് കുറേ കൂടി റെഡ് സോയിൽ കൂടുതലും ബ്ലാക്ക് സോയിൽ കുറവുമുള്ള ഒരു മിക്സഡ് സോയിൽ പിച്ചായിരിക്കും ഇത്തവണത്തേത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ അതൊരു ബാറ്റിംഗ് പിച്ചായിരിക്കും. രണ്ട് ടീമിനും അത് ഒരുപോലെ സാധ്യതയുള്ള ബാറ്റിംഗ് പിച്ചായിരിക്കും. രണ്ട് ഇന്നിങ്സിലും ഒരുപോലെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന, പന്ത് ബാറ്റിലേക്ക് വരുന്ന മികച്ച ബാറ്റിംഗ് പിച്ചായിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വലിയ സ്കോർ പുറക്കാനാണ് സാധ്യത. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് എടുക്കാൻ സാധ്യതയുള്ള ടീമായിട്ടായിരുന്നു വിലയിരുത്തിയിരുന്നത്. എന്നാൽ തുടർന്നങ്ങോട്ട് കളികളുടെ അടിസ്ഥാനത്തിൽ, പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സൂപ്പർ 8 എത്തിയപ്പോൾ സൂപ്പർ 8 ദക്ഷിണാഫ്രിക്കയോടൊക്കെ തോറ്റോടുകൂടി ആദ്യത്തെ കളിയിൽ, ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യത്തെ കളിയിൽ അമേരിക്കയോട് കഷ്ടിച്ച് ജയിച്ചപ്പോഴൊക്കെ ഇന്ത്യയുടെ സാധ്യത വല്ലാതെ കുറയുകയും ഇന്ത്യ അത്ര നല്ല മികച്ച കളിയല്ല കളിക്കുന്നത് എന്നൊരു അഭിപ്രായം വരികയുണ്ടായിരുന്നു. പിന്നീട് സൂപ്പർ 8 അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യ കാണിച്ച കളി, ഇന്ത്യ പുറത്തെടുത്ത കളി, പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജു സാംസന്റെ 2 ഗ്രേറ്റ് ഇന്നിങ്സുകൾ, ഒന്ന് 97 നോട്ട് ഔട്ടും മറ്റൊന്ന് 89, സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ 89 എടുത്ത ഇന്നിങ്സുകളുടെ ഫലത്തിൽ ഇന്ത്യ ഗംഭീരമായി കളിച്ചിട്ടാണ് കയറി വന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഫൈനൽ വേറൊരു കളിയാണ്. കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ പല പോരായ്മകളും പുറത്തു വന്നിരുന്നു. അതിലൊന്ന്, തുടർച്ചയായി ഓപ്പണിങ്ങിൽ പരാജയപ്പെടുന്ന അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ തീരെ ഫോമിലല്ല. അയാൾ സഞ്ജുവും ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ശിവൻ ദുബെയും ഒക്കെ നന്നായി കളിക്കുന്നത് കൊണ്ടാണ്, നന്നായി ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യ അത് മറികടക്കാൻ പറ്റുന്നത്. ലോകകപ്പിൻ്റെ ഫൈനലാണ്. ആ ഫൈനലിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയാലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുടെ ഫോം തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയാണ്. മറ്റൊന്നുള്ളത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ നമ്പർ 1 ബൗളറായിരുന്നു. ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാവുന്ന മറ്റ് ടീമുകളെ ഭയപ്പെടുത്തുന്ന ദുരൂഹതയുള്ള ബൗളറായിരുന്നു, മിസ്റ്ററി ബൗളറായിരുന്നു. പക്ഷേ ഇന്ന് സൂപ്പർ 8 അയാളെ അടിച്ച പോലെ മറ്റു ടീമുകളെല്ലാം തകർത്തടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ അയാൾ 4 ഓവറിൽ 61 റണ്ണാണ് കൊടുത്തത്. 61 റണ്ണ് കിട്ടിയത് ജോസ് ബട്ട്ലറിൻ്റെ വിക്കറ്റും. അപ്പോൾ വരുൺ ചക്രവർത്തിയുടെ ഫോം വല്ലാതെ ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ബൗളിങ് എൻ്റെ വീക്ക്നെസ് ഭയങ്കരമായിട്ട്, അത് വരുൺ മോശമായിട്ട് ബൗൾ ചെയ്താൽ അത് ശരിയായിട്ട് എടുത്ത് കാണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വരുണിന് പകരം കുൽദീപ് യാദവിനെ ഇറക്കണം എന്ന വാദം വളരെ ശക്തമാണ്. അതിലൊരു പരിധി വരെ എന്നല്ല, അതിലൊരു ശരിയുണ്ട്. കാരണം കുൽദീപ് യാദവ് തീർച്ചയായിട്ടും നല്ല മികച്ച ലെഫ്റ്റ് ആം ചൈനമാൻ ബൗളറാണ്. അപ്പോൾ കുൽദീപ് യാദവിൻ്റെ കളി
ബൗളിംഗ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. വരുൺ ചക്രവർത്തി ഒന്ന് മാറ്റി നിർത്തുന്നതിൽ തെറ്റില്ല. കാരണം അതേ കോമ്പിനേഷൻ തന്നെ നിലനിർത്തണമെന്നില്ല, വെറുതെ കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടി നിലനിർത്തരുത്. അതിന് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. അത് അങ്ങനെ ഒരു ചിന്ത ഇന്ത്യൻ മാനേജ്മെൻറ്റിന് മുന്നിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്. ഇന്ത്യക്ക് അത് ഗുണം ചെയ്യും. മറ്റൊന്ന്, ഇന്ത്യ ഏറ്റവും ഭയപ്പെടുന്ന വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ ആറാമത്തെ ബോളറാണ്. ആറാമത്തെ ബോളർ സത്യം പറഞ്ഞാൽ ഈ 5 ബോളർമാർ നന്നായി പന്തെറിയുകയാണെങ്കിൽ ആറാമത്തെ ബോളറിന് പ്രശ്നമില്ല. പക്ഷേ ആറാമത്തെ ബോളറായി ശിവൻ ദുബെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശിവൻ ദുബെ ഈ ടൂർണമെൻറ്റിൽ സെമിഫൈനൽ അടക്കം തുടർച്ചയായിട്ട് അടിവാങ്ങിയ ആളാണ്. അവിടെ ശിവൻ ദുബെ വിശ്വസിക്കാനേ കൊള്ളില്ല. ബൗളർ എന്ന നിലയിൽ, ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം ഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ബൗളർ എന്ന നിലയിൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല മികച്ച സാധ്യതയുമായി തുടങ്ങിയ ഇന്ത്യ വളരെ മോശമായി ഇടയ്ക്ക് കളിച്ച് പിന്നീട് വീണ്ടും അവസാന സൂപ്പർ 8 മത്സരത്തിന് സെമിഫൈനലിൽ ഗംഭീരമായി കളിച്ചു വരുന്നു. നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. മറുവശത്ത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് പതുക്കെ തുടങ്ങി പതുക്കെ കയറി വന്നതാണ്. അവർ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ 8-ൽ നിന്ന് സെമിഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നിലാക്കിയിട്ടാണ് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ന്യൂസിലാൻഡ് ഒരു ക്ലീനായിട്ട് കയറി, മീൻസ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നതല്ല. പക്ഷേ റൺ റേറ്റ്, ഭാഗ്യം ഇതൊക്കെ ഘടകമായിരുന്നു. സെമിഫൈനലിലെത്തി. പക്ഷേ സെമിഫൈനൽ അവർ കളിച്ച കളി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ദക്ഷിണാഫ്രിക്കയെ നിലം തൊടിച്ചില്ല, ശരിയായ അർത്ഥത്തിൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ 170 റണ്ണിൻ്റെ വിജയലക്ഷ്യമൊക്കെ അവർ വെറും 12 ഓവറിൽ 13 റൺ ഓവറിലൊക്കെ 12 ഓവറിലൊക്കെ അടിക്കുന്ന നിലയിലായി. ഫിൻ അലൻ എന്ന അവരുടെ ഓപ്പണർ 33 ബോളിൽ സെഞ്ചുറി അടിച്ചു. പിന്നെ മറ്റൊരു മറ്റൊരു ഓപ്പണറായിട്ടുള്ള ടിം സെയ്ഫേർട്ട് മികച്ച കളി തന്നെയാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് തീർച്ചയായിട്ടും ടിം സെയ്ഫേർട്ടിൻ്റെ ഫോം, അപ്പോൾ അവരുടെ ഓപ്പണിംഗ് ഗംഭീരമാണ്. ന്യൂസിലാൻഡിൻ്റെ ഓപ്പണിംഗ് തീർച്ചയായിട്ടും ഗംഭീരമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ബൗളിംഗ് കോമ്പിനേഷൻസ് എല്ലാം നല്ലതാണ്. സ്പിന്നർമാരായാലും ഫാസ്റ്റ് ബൗളർമാരായാലും നല്ല ഫോമിലാണ്. അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ നല്ല നിലയിലാണ് കളിക്കുന്നത്. അവരുടെ നന്നായിട്ടാണ് പന്തെറിയുന്നത്. മാറ്റ് ഹെൻറി ഫാസ്റ്റ് ബോളർ മാറ്റ് ഹെൻറി മികച്ച നിലയിലാണ് ബൗൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീൽഡിങ് ഗംഭീരമാണ്. അപ്പോൾ ഇന്ത്യ സെമിഫൈനലിൽ ഗംഭീര ഫീൽഡിംഗ് ആയിരുന്നു, അത് പറയാതെ വയ്യ. അക്സർ പട്ടേലിൻ്റെ ഫീൽഡിംഗ് മികവ് കൊണ്ട് കൂടിയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. അപ്പോൾ പിന്നെ ന്യൂസിലാൻഡും മികച്ച ഫീൽഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ന്യൂസിലാൻഡ് നല്ലൊരു ശക്തിയാണ്, നല്ല ടീമാണ്. അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ഈവണായിട്ടുള്ള ഒരു അവസ്ഥയാണ്, തുല്യശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ പറയണം. ഇന്ത്യ ആ നിലയിൽ ഇതിനെ കാണണം. ഇന്ത്യ ന്യൂസിലാൻഡിന് ഒട്ടും വില കുറച്ച് കാണരുത്. അങ്ങനെ ഉണ്ടായാൽ അത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് പിന്നെ ന്യൂസിലാൻഡ്, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൻ്റെ ആദ്യമായിട്ട് അവർ ഇതുവരെ 2020 ലോകകപ്പ് നേടിയിട്ടില്ല. ലോകകപ്പുകൾ നേടാൻ ഏകദിനത്തിൽ നമുക്കറിയാം 2019 ലോകകപ്പിൽ അവർ ഇംഗ്ലണ്ടിനോട് തോറ്റൊരു രീതിയുണ്ട്. ഒരു വല്ലാത്ത ബൗണ്ടറികളുടെ അടിസ്ഥാനത്തിൽ തുല്യ സ്കോറുകളും സൂപ്പർ ഓവറും ഒക്കെ തുല്യമായപ്പോൾ ബൗണ്ടറികളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ട് ചാമ്പ്യന്മാരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് നമ്മളെപ്പോഴും അത് ആലോചിക്കുക തന്നെ വേണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 2020 ലോകകപ്പും നേടിയിട്ടില്ല, ഏകദിന ലോകകപ്പ് നേടിയിട്ടില്ല. അപ്പോൾ ലിമിറ്റഡ് ഓവർ ലോകകപ്പുകളൊന്നും ആദ്യം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സാധ്യതയാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. അതും അവർ മികച്ച ഫോമിലാണ്. അവർ ഓപ്പണർമാർ, നമ്മുടെ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ പരാജയമാണ് എന്ന് പറയുമ്പോൾ അവർ ഓപ്പണിംഗ് അതിശക്തമാണ്. ഓപ്പണിംഗ് പിന്നീട് വരുന്ന ബാറ്റർമാരും ഡാരൽ മിച്ചലിനെ പോലുള്ള, കാൾട്ടൺ ചാപ്മാനെ പോലുള്ള മികച്ച ബാറ്റർമാരും അവർക്കുണ്ട്. രജിൻ രവീന്ദ്ര നല്ല ഫോമിലാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ നല്ല ഓൾറൗണ്ട് ടീമാണ് ന്യൂസിലാൻഡ്. അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ നല്ലൊരു ഓൾറൗണ്ടറാണ്. ആ രീതിയിൽ തന്നെ അവർക്ക് നല്ല ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട് അവരുടെ മുന്നിൽ. അപ്പോൾ അത് കൂടി നമ്മൾ വേരിയേഷൻസ്, ബൗളിങ്ങിലെ വേരിയേഷൻസ് നന്നായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൂടി നമ്മൾ നല്ല നിലയിൽ മനസ്സിലാക്കണം. കാരണം ഇന്ത്യ ഒരിക്കലും നമ്മുടെ നാട്ടിലാണ് കളി എന്നുള്ളതുകൊണ്ട് ന്യൂസിലാൻഡിനെ പിന്നെ താഴ്ത്തി കാണരുത്. ന്യൂസിലാൻഡ് ഗംഭീര ടീമാണ്. അവർക്ക് പിന്നെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും ഫീൽഡ് ചെയ്യാനും കഴിയുന്ന ഒരു ടീം, അതിശക്തമായ നല്ല പ്രതിഭാ യുടെ ബലമുള്ള
ടീമുണ്ട്. അപ്പോൾ ആ ടീമിന് അനുസരിച്ച് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ടത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് എഡ്ജ് ഉണ്ട്, അത് നമ്മൾ പറയാതെ വയ്യ, മുൻതൂക്കമുണ്ട്. അത് ഇന്ത്യയിലാണ് കളി നടക്കുന്നത്. കളിയുടെ ഒരു മൊമെൻറ്റം ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് നല്ല അതിശക്തമായ 2 കളികൾ ജയിച്ചിട്ടാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ നല്ല ശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ജയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും കോംപ്ലസൻസി എന്ന് പറയുന്ന അലസത ഒരിക്കലും ബാധിക്കരുത് എന്ന് നമ്മൾ ഓർക്കണം. മികച്ച സ്ട്രാറ്റജിയോടെ, മികച്ച കളിയിലൂടെ ഈ ലോകകപ്പ് നിലനിർത്താൻ, അങ്ങനെ ചരിത്രം കുറിക്കാൻ, ലോകകപ്പ് 2020 ലോകകപ്പ് ഇതുവരെ ഒരു ടീം നിലനിർത്തിയിട്ടില്ല എന്ന ചരിത്രം മാച്ച് കളഞ്ഞ് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം എന്തുകൊണ്ടും അതിന് പ്രാപ്തരാണ്. അവർക്ക് അതിന് തീർച്ചയായിട്ടുമുള്ള അതിന് ശക്തിയുള്ള പ്രതിഭകളുള്ള ടീമാണ്. സഞ്ജു സാംസൺ ഈ തുടർച്ചയായ 3ാമത്തെ കളിയിലും അടിച്ച് തകർക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഫോം തുടരട്ടെ, മികച്ച കളി അദ്ദേഹം കാഴ്ചവെക്കട്ടെ. നമ്മളെല്ലാം ഇതുകൊണ്ട് ആദ്യമായിട്ടൊരു മലയാളി താരം ഒരു ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്ന സുവർണ അവസരം ഉണ്ടാകട്ടെ. സഞ്ജു സാംസൺ മികച്ച കളി ഒരിക്കൽ കൂടി കളിച്ച് നമ്മളെയൊക്കെ ആഹ്ലാദചിത്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ലോകകപ്പ് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ അതിന് കാരണമാകും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം.